ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ഡൈനാമൈറ്റ് ആണ് ഞാനിന്നിവിടെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് പൊതുവേ നമ്മൾ റെസ്റ്റോറൻറ്റുകൾ ഹോട്ടലൊക്കെ പോകുമ്പോൾ നമുക്ക് സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യുന്ന ഒരു ഡിഷാണ്. നമുക്കിത് സിമ്പിളായിട്ട് വീട്ടിൽ വെച്ച് തയ്യാറാക്കിയെടുക്കാം. സ്നാക്കായിട്ടോ സ്റ്റാർട്ടറായിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറിൻ്റെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റിയോട് കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോൺലെസ് ചിക്കനിലോട്ട് ഒരു ടീസ്പൂണോളം സോയാ സോസും ഒരു 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം പാപ്രിക്ക പൗഡർ, അതല്ലാതെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ മതി. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇത്രയും ഇത് മതി ഈ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നന്നാക്കി മിക്സ് ആക്കി എടുത്തതിൻ്റെ നമുക്കിതിൻ്റെ ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഞാനൊരു ബൗളിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ആണെങ്കിലും എടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നാക്കി മിക്സാക്കി എടുക്കാം. ഒരു ബൗളിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് ഇട്ട് നന്നാക്കി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതുപോലെ ഓരോന്നെടുത്ത് കോട്ട് ചെയ്തെടുക്കണം. ആദ്യം ഞാൻ ഇവിടെ ഡബിൾ കോട്ടിങ് ചെയ്യാൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ കോട്ടിങ്ങും ചെയ്തെടുക്കുക. അത് എങ്ങനെയായാലും കുഴപ്പമില്ല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതാണ്. ആദ്യം ഒന്ന് ഇതുപോലെ നമ്മുടെ ഫ്ലോറിലിട്ടൊന്ന് നന്നാക്കി ഒന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം മുട്ടയിലിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. പിന്നെയും ഇതുപോലെ ഫ്ലോറിൽ ഡിപ്പ് ചെയ്തെടുക്കുക. അതുപോലെ ഡബിൾ കോട്ടിങ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സിംഗിൾ കോട്ടിങ് ആയിട്ടും ചെയ്തെടുക്കാം. മാരിനേറ്റ് ഇത് വെച്ചിട്ടുള്ള എല്ലാ ചിക്കനും ഇതുപോലെ നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാം തന്നെ നന്നാക്കി കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടായി വന്ന എണ്ണയിൽ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്ന എണ്ണയിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തുകൊണ്ട് ഒരുപാട് ടൈമൊന്നും വേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ക്രിസ്പി ആക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഒരു സൈഡൊന്ന് നിറം മാറി വരുമ്പോൾ നമുക്കിതിനൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് സെക്കൻഡ് കോട്ടിങ്ങിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടീസ്പൂണോളം ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലോട്ട് ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് മുതൽ നിങ്ങൾ ചിക്കൻ എടുക്കുന്നതിനനുസരിച്ചാണ്. ഏകദേശം ഞാനിവിടെ ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പോളം മയോണൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2-3 ടീസ്പൂണോളം കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേനില്ലാന്നുണ്ടെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുത്താലും മതിയാകും. ഞാനിവിടെ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഒരു സെക്കൻഡ് കോട്ടിങ് തയ്യാറായി എടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കന് നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. ഈ ഒരു ചിക്കന് നമ്മൾ ഈ ഒരു കോട്ടിങ്ങിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് ചെറിയൊരു തണുപ്പോട് കൂടെ കഴിക്കാനാണ് ടേസ്റ്റ്. അതുകൊണ്ട് ഞാനിത് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല ടേസ്റ്റിയും ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ ഡൈനാമിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ല സിമ്പിളാണ് ഈ ഒരു ചിക്കൻ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ രീതിയിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നെയ്ച്ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റാർട്ടറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ്സ് എല്ലാം അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.